നിനക്ക് മാത്രമേ അത്യുന്നതൻ മഹോന്നതൻ യേശുവേ നീയേ. മാനവും മഹത്വവും നിനക്ക് മാത്രമേ. മാറാത്ത മിത്രമേശു എന്നും ദേവാദിദേവനേശു. നിത്യനാം ദൈവമേശു എന്റെ രാജാധിരാജനേശു. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളു യേശുവേ. ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളു യേശുവേ. ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. നല്ല സ്നേഹിതനാമേ യേശു എൻ കൂടെയുള്ളതാ. എന്തോരാനന്ദമേ നാഥ ജീവിത സൗഭാഗ്യമേ. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. അന്ത്യത്തോളം നിൻ ക്രൂശിന്റെ വചനം സാക്ഷിപ്പാൻ തരുന്നു ഞാൻ സമ്പൂർണ്ണമായി നിനക്കായി ശോഭിപ്പാൻ. അന്ത്യത്തോളം നിൻ ക്രൂശിന്റെ വചനം സാക്ഷിപ്പാൻ തരുന്നു ഞാൻ സമ്പൂർണ്ണമായി നിനക്കായി ശോഭിപ്പാൻ. പകരു ശക്തി എന്നിൽ
ബലം അവൻ തകർത്തല്ലോ, തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്വതഗീതം പാടിടും ഞാൻ. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയിൽ ബലം അവൻ തകർത്തല്ലോ, തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്വതഗീതം പാടിടും ഞാൻ. കൃപ കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ ആനന്ദമാൻ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ദൂരങ്ങൾ അവധി വന്നാലും അനുകൂലമെനിക്കവന്. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമവൻ എനിക്കെന്നാളും. തിരുജീവനും കൃപയാ നടത്തുമെന്നേ. കൃപ കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ ആനന്ദമാൻ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വിശ്വാസം അതിനാൽ ഹൃദയേന്തുന്നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം കൃപയാ മനോഹരമാ. കർത്താവിലും വിശ്വാസം അതിനാൽ ഹൃദയേന്തുന്നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം കൃപയാ മനോഹരമാ. കൃപ കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ ആനന്ദമാൻ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നമ്മ അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ജയവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കലേക്ക് ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കലേക്ക് ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ട് എനിക്കു തന്നു എൻ ദൈവത്തെ
കർത്താവേ എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. കർത്താവേ എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. നിറവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. ആരാധനയ്ക്ക് തടസ്സം നിൽക്കുന്ന സകല ദുഷ്ട വ്യാപാരങ്ങളും യേശുവിന്റെ നാമത്തിൽ ഉടയട്ടെ. ഉടകരബലബല ശബ്ദല ഭൗഡേ രബല ദീപാലബ ശബ്ദലേ. തിരുരക്തത്തിന്റെ ജയമെടുക്കുകയാ, തിരുരക്തത്തിന്റെ ജയമെടുക്കുകയാ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവേ നിന്റെ വചനം പറയുക, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. ഉടബറബ ശാന്തല ഭൗഡ രബല ദീപാലബ. കർത്താവേ ദൈവസഭയുടെ കെട്ടുപണി നടക്കട്ടെ, ദൈവസഭയുടെ കെട്ടുപണി നടക്കട്ടെ, ദൈവസഭയുടെ കെട്ടുപണി നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറട്ടെ, തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. പ്രിയ പരിശുദ്ധാത്മാവേ ഇതിന്റെ അകത്ത് അങ്ങ് ചലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ ഇതിന്റെ അകത്ത് കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ സാന്നിധ്യ ശക്തി വ്യാപരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയുടെ അളവറ്റ ശക്തി, കർത്താവേ അങ്ങയുടെ അളവറ്റ ശക്തി ഞങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ഒരു രാത്രിയായിട്ട് ഇന്നത്തെ രാത്രി മാറുമാറാകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അവിടുത്തെ അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ, ദൈവജനമാത്മാവിനാൽ നിറയപ്പെടട്ടെ. അപ്പോ എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. കർത്താവിനോട് പ്രാർത്ഥിച്ചോട്ടെ, പരിശുദ്ധാത്മാവേ എന്റെ മേലൊന്ന് നിറഞ്ഞ് കവിയണമേ. ഒരു നദി ഒഴുകുന്നത് പോലെ പരിശുദ്ധാത്മാവേ എന്നെ ഒഴുക്കിക്കൊണ്ട് പോകുവാനാകണമേ. ഉടകലബല ശന്തല ഭൗഡ രബല ദീപാലബ ശന്തലേ അടബലബല ദീപല ഭൗഷി രബ രബ രബ. കർത്താവേ ഇതിന്റെ അകത്തുള്ള ഓരോരുത്തരുടെ മേലും ദൈവത്തിന്റെ സാന്നിധ്യ ശക്തി ഇറങ്ങട്ടെ. ഷെക്കൈന ഗ്ലോറി ഇറങ്ങട്ടെ, ഷെക്കൈന ഗ്ലോറി ഇറങ്ങട്ടെ. അപ്പോ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവേ ഇന്ന് രാത്രി രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം ഇതിന്റെ മേൽ നിറയട്ടെ, ഇതിന്റെ മേൽ ഇറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവിടെയുള്ള സകല ജനത്തിന്റെ മേലും ഒരു വിടുതലിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അവർ പിശാച് കെട്ടിവെച്ച സകല കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ ഒരു ചണനാര് കത്തി എരിഞ്ഞു പോകുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു പോകട്ടെ. കർത്താവേ ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുക.
നിന്റെ ജനത്തിന്റെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, ഇന്ന് രാത്രി പാരമ്പര്യത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. പാരമ്പര്യത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു പോകട്ടെ. കർത്താവേ, ഇന്ന് രാത്രി ദൈവജനത്തിന്റെ മേൽ വ്യാപരിക്കുന്ന അളവറ്റ വ്യാപാരത്തിന്റെ ശക്തിയാൽ ആമേൻ, ഇന്ന് രാത്രിയിൽ കർത്താവേ, രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കർത്താവേ, ഇന്ന് രാത്രി ഇൻസ്റ്റന്റ് ഹീലിംഗ് യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. അപ്പോ യേശുവിന്റെ നാമത്തിൽ ഇൻസ്റ്റന്റ് ഹീലിംഗ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ, വലിയ ദൈവശക്തി ഇറങ്ങി ആമേൻ, ഹല്ലേലൂയ, രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കർത്താവേ, ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ വിദൂരങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യ ശക്തി ഇറങ്ങട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യ ശക്തി ഇറങ്ങട്ടെ. അപ്പോ കർത്താവ്, ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, ദൈവത്തിന്റെ സാന്നിധ്യ ശക്തി വിദൂരങ്ങളിലുള്ള വ്യക്തി ജീവിതങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ്, ഈ ഹോളിന്റെ മേൽ കർത്താവ്, ഇതിന്റെ 4 ആമേൻ ചുവരിന്റെ മേലും ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന്റെ ശക്തമായിരിക്കുന്ന സാന്നിധ്യം ചലിക്കട്ടെ. ദൂതന്മാർ ഇവിടെ പാളയം ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൂതന്മാർ പാളയം ഇറങ്ങട്ടെ. യേശുവിന്റെ രക്തം കൊണ്ട് കർത്താവ്, ഞാൻ ഈ സഭയെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, I sprinkle the blood of Jesus. യേശുവിന്റെ രക്തം ഞാൻ ഇവരുടെ മേൽ തളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് രാത്രി നിന്റെ ജനം വിശുദ്ധീകരിക്കപ്പെടട്ടെ. നിന്റെ ജനം വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ജനം ശുദ്ധിയുള്ളവരായി തീരട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. കർത്താവിനോട് പറഞ്ഞാട്ടെ, യേശുവേ, നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിക്കണം. ഇന്ന് രാത്രി കർത്താവേ, വചനത്തിന്റെ 100 മേനി വിളവെടുപ്പ് ഉണ്ടാകുവാൻ തക്കവിധം എന്റെ ജീവിതത്തിൽ വചനത്തിന്റെ 100 മേനി വിളവ് ഉണ്ടാകുവാൻ കർത്താവേ, ഇന്ന് രാത്രി എന്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധിയുള്ളതാക്കണമേ. കർത്താവേ, എന്റെ ജീവിതത്തെ ശുദ്ധിയുള്ളതാക്കണമേ. കാൽവരി മലയിൽ ചൊരിയപ്പെട്ടതായ നിന്റെ തങ്ക രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. എന്നെയും എന്റെ കുടുംബത്തെയും തങ്ക രക്തം കൊണ്ട് കഴുകണമേ. കർത്താവേ, ഈ ശരീരമാകുന്ന സഭയെ തിരുരക്തം കൊണ്ട് കഴുകിയാട്ടപ്പ. കർത്താവേ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ അവൻ ഒരു ശുദ്ധീകരണം സംഭവിക്കട്ടെ. തിരുരക്തത്തിന്റെ ശുദ്ധീകരണം സംഭവിക്കട്ടെ. അപ്പോ For you are holy, enthroned in the praises of Israel. ദൈവത്തിനെ ഉയർത്തുന്ന സാന്നിധ്യ ശക്തിയെ ഉയർത്തുന്ന സ്തുതി ഗീതങ്ങളുടെ സിംഹാസനം യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഉയരട്ടെ. കർത്താവേ, യെരൂശലേമിന്റെ തിരുവീതികളിൽ ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് ആമേൻ ആഗതനായ യേശുവിനെ നോക്കി ആമേൻ ജനം ആർത്തു വിളിച്ചു, ഓശാന, ഓശാന, ദാവീദ് പുത്രൻ ഓശാന. ആമേൻ, അത് കണ്ട് ജനം ആമേൻ മൗനമായിട്ടിരിക്കുവാൻ വിളിച്ചു പറഞ്ഞപ്പോൾ, ആർത്തു സ്തുതി പാടുന്നവരെ നോക്കി മൗനമായിട്ടിരിക്കുവാൻ അമർച്ചയായിട്ട് കൽപ്പിച്ചപ്പോൾ ആമേൻ അവൻ ഇങ്ങനെ പറയുവാനിടയായി, ഇവർ സ്തുതിച്ചില്ല എങ്കിൽ ഇവരുടെ ആദരങ്ങളിൽ നിന്ന് സ്തുതിഗീതങ്ങൾ ഉയർന്നില്ല എങ്കിൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. കർത്താവ്, ഇന്ന് രാത്രി ഇതിന്റെ അകത്തുള്ള സകല ജഡവും യേശുവിനെ സ്തുതിക്കട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്തുതിക്ക് തടസ്സം നിൽക്കുന്ന ദുഷ്ട വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു പോകട്ടെ. ആരാധനയെ മുടക്കിയ ദുഷ്ട വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു പോകട്ടെ. കർത്താവേ, ഇന്ന് രാത്രി ദൈവജനം സന്തോഷത്തോടെ ആർപ്പ് വിളിക്കട്ടെ. Hallelujah! Hallelujah! Sharaba shakaba baba baba se. ഈ ലോകം മുഴുവൻ യേശു അപ്പച്ചന്റെ കാൽവരി മലയിലെ യാഗത്തെ ഓർക്കുന്ന ദിവസമാണ്.
ഇന്നത്തെ ദിവസം ലോകത്തിന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സത്യമുണ്ട്. അത് ജയത്തിന്റെ ദിവസമാണെന്നുള്ള സത്യമാണ്. പിതാവായ ദൈവത്തിന്റെ പൊന്നോമന കുമാരൻ മൂന്നാണിമേൽ ആകാശത്തിന് ഭൂമിക്ക് മധ്യേ തൂക്കപ്പെട്ടവനായിട്ട് കിടക്കുന്ന എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് ചോദിക്കുന്ന ആ ദിവസം ലോകം മുഴുവനും അവനെ നോക്കി പറഞ്ഞു, നിനക്ക് അന്ധന് കാഴ്ച കൊടുക്കുവാനായിട്ട് സാധിച്ചു, ചെകിടന് കേൾവി കൊടുക്കുവാനായിട്ട് സാധിച്ചു, മരിച്ചവനെ ഉയർപ്പിക്കുവാനായിട്ട് സാധിച്ചു. എന്നാൽ നിനക്ക് നിന്റെ ക്രൂശിൽ നിന്നും ഇറങ്ങി വരുവാനായിട്ട് സാധിക്കുമായിരുന്നല്ലേ? യേശു അതിന് മറുപടി പറഞ്ഞില്ല. അവനെ നോക്കി തലകുലുക്കി ചിരിച്ച, നിന്ദിച്ച് സംസാരിച്ച ഒരു പറ്റം ജനത്തെ നോക്കി അവൻ മറുപടി പറഞ്ഞില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ കണ്ടത് നിന്ദിക്കുന്നവരുടെ ചിത്രമായിരുന്നില്ല. അവൻ കണ്ടത് നഷ്ടപ്പെട്ടു പോകുമായിരുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മുഖമാണ്. ആ ക്രൂശിൽ മൂന്നാണിമേൽ പിടയുമ്പോഴും അവന്റെ ശരീരത്തിൽ നിന്നും രക്തം ധാരധാരയായിട്ട് ഒഴുകുമ്പോഴും എന്റെ യേശുവിന് അതിനകത്ത് ദുഃഖമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ? എന്നോടുള്ള അവന്റെ സ്നേഹം, ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടുമുള്ള അവന്റെ സ്നേഹം. ഇന്ന് രാത്രി നമുക്ക് പാടാൻ സാധിക്കുമോ? ക്രൂശിലെ സ്നേഹത്തെ, ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ എന്ന പാട്ട്. ദൈവം നമ്മെ കണ്ടത് ഒരു പാപിയായിട്ടല്ല. ദൈവം നമ്മെ കണ്ടത് അവന്റെ പുത്രനായിരിക്കുന്ന യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലായിട്ടാ. അതിനെനിക്ക് യോഗ്യതയൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ ചെയ്തികളെല്ലാം അതിനെതിരായിരുന്നു. എന്റെ ജീവിതത്തിലെ എന്റെ പ്രവർത്തികളെല്ലാം അവനെതിരായിരുന്നു. എന്നിട്ടും അവൻ എന്നെ സ്നേഹിച്ചു. ഇന്ന് രാത്രി നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച്, എല്ലാ ഹൃദയവും തുറന്ന് നമുക്ക് ആ കാൽവരി മലയിലേക്കൊന്ന് പോകാം. എന്റെ കർത്താവ് പറഞ്ഞത് ഇത്ര മാത്രമാണ്: നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി, ആമേൻ, ഇതെന്റെ ശരീരമാ, തകർക്കപ്പെട്ട എന്റെ ശരീരം, നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവേൻ. ഇന്ന് പകൽ ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ ദിവസം നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമുക്ക് അവന്റെ പൊന്നോമന മുഖത്തേക്ക് നോക്കാം. ദൈവകുമാരനെ, നിനക്ക് സാധിക്കുമായിരുന്നു ഈ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുവാൻ. എന്നിട്ടും നീ അത് ചെയ്തില്ല. നിനക്ക് സാധിക്കുമായിരുന്നു ഒരു ലെഗിയോൺ സൈന്യത്തെ ഇറക്കി അവിടെ ഉണ്ടായിരുന്ന റോമാ സാമ്രാജ്യത്തെയും അവന്റെ പടയാളികളെയും ഒക്കെ നശിപ്പിച്ചു കളയുവാൻ. നിനക്കത് സാധിക്കുമായിരുന്നു. അഖിലാണ്ടത്തിന്റെ ഉടയവന് അത് നിസ്സാരമായിട്ട് സാധിക്കുമായിരുന്നു. എന്നിട്ടും അവൻ ചെയ്തില്ല. കാരണം എന്താണെന്നറിയാമോ? ക്രൂശിലെ സ്നേഹം. നമുക്ക് പാടി ആമേൻ ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തുന്നവർ കരങ്ങളെ ഉയർത്തി കണ്ണുനീരോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പാടിയാട്ട്. ക്രൂശിൽ കണ്ടു സ്നേഹത്തെ, പകരം ഹൃദയം പൂർണ്ണമായി
വഴികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത് അത്ഭുതമാം നീ ജ്ഞാനത്തിൻ പൂർണ്ണതയേ പകരം I want everyone, every single person. എല്ലാവരും വായികളെ തുറന്ന് പാടിയാട്ട്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എത്ര പേര് പറയും എന്നെ ഈ UAE കൊണ്ടുവന്നത് കൊണ്ടല്ല, എനിക്കൊരു നല്ല കുടുംബത്തെ തന്നത് കൊണ്ടല്ല, എനിക്ക് നല്ല കുഞ്ഞുങ്ങളെ തന്നത് കൊണ്ടല്ല, കർത്താവേ നിന്റെ രക്തത്തെ എനിക്ക് വേണ്ടി ചിന്തിയത് കൊണ്ട് കാൽവരി വരയിൽ നിനക്ക് ജയിക്കുമായിരുന്നു, നിനക്ക് ക്രൂശ് ഒഴിവാക്കാമായിരുന്നു. എന്താണ് എന്നെ ഓർത്ത് നീ അത് ചെയ്യാതിരുന്നത് കൊണ്ട് അറിയാട്ടെ. ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി പകരം എന്തു നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും ഞാനേ പകരം എന്തു നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ വിശ്വാസത്തോടെ പാടിയാട്ടെ. അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ പകരം എന്തു നൽകും ഞാനിനി പൂർണ്ണ മനസ്സോടെ എന്നാരോഗ്യം നൽകുന്നു നാഥനാ പകരം സ്നേഹത്തോടെ പാടിയാട്ടെ. നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു നാഥനാ പകരം എന്തു നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു നാഥനാ ശബ്ദമുയർത്തി വിടുതൽ നൽകും നിൻ ഇമ്പവചനത്തെ മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ വിടുതൽ നൽകും നിൻ ഇമ്പവചനത്തെ പകരം എന്തു നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും
പകരം എന്തു നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി പകരം എന്തു നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ പകരം എന്തു നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു നാഥനാ പകരം എന്തു നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി പകരം എന്തു നൽകും ഞാനിനി എല്ലാ കണ്ണുകളും അടച്ചൊരിക്കൽ കൂടി എല്ലാ കരങ്ങളും ഉയർത്തി പൂർണ്ണ കർത്താവിനോട് പറഞ്ഞാട്ടെ, ഇന്ന് രാത്രി ഞാൻ എന്റെ ഹൃദയത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പ കർത്താവേ, ഇന്ന് രാത്രി ഞാൻ എന്റെ ജീവിതം അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിക്കുക. കർത്താവേ, ഈ ക്രൂശിന്റെ ചുവട്ടിൽ കർത്താവെ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് തരുവാൻ വേറെ ഒന്നുമില്ല. കർത്താവെ, അങ്ങേക്ക് പകരം നൽകുവാൻ ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല. കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും പറഞ്ഞാട്ട് എല്ലാവരും അവയെ ഞങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പച്ച, യേശുവേ, എന്റെ ജീവിതം ഞാൻ അങ്ങേക്ക് തരികയാ. ഇന്ന് ഈ രാത്രി മുതൽ കർത്താവ് അപ്പച്ച, എന്റെ ജീവിതത്തിന്റെ മുഴു നിയന്ത്രണവും അങ്ങ് തന്നെ ഏറ്റെടുക്കുമാറാകണമേ. അങ്ങയുടെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ, അങ്ങയുടെ നാമത്തിന് വേണ്ടി പോകുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. യേശുവേ, ഇന്ന് രാത്രി അങ്ങയുടെ തിരുപ്പാദങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇന്ന് രാത്രി മുതൽ കർത്താവെ, ഒരു പുതിയ ജീവിതം, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ആറ്റിറ്റ്യൂഡ് കർത്താവെ ഞങ്ങൾക്ക് നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്രൂശിന്റെ ചുവട്ടിൽ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അങ്ങ് തൂക്കപ്പെട്ടതായിട്ട് കിടക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് പരാജയമല്ല, അത് ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയായിരുന്നല്ലോ. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് അടിപ്പിണരുകളാൽ സൗഖ്യം നൽകി തന്നല്ലോ. കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുക. അപ്പ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകി തന്ന വിടുതലിനായിട്ട് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് നൽകി തന്ന സമാധാനത്തിനായിട്ട് സ്തോത്രം. ആമേൻ, പുതിയ ശക്തിക്കായിട്ട് സ്തോത്രം. ആമേൻ, ഒരു പുത്തൻ അഭിഷേകം ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദിയപ്പോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ ജനത്തെ അനുഗ്രഹിച്ചാണ്ട് കർത്താവ് ഓരോ നിമിഷത്തിലും അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തിയിൽ നുകർന്നുകൊണ്ടിരിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തോട് കരുണ തോന്നണം, അവരെ നിറയ്ക്കണം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധ ആത്മാവിന്റെ രാത്രിയാ കർത്താവേ. ഞങ്ങളുടെ ശബ്ദമല്ല ആമേൻ, ഞങ്ങളുടെ ആമേൻ വാക്കുകളല്ല, ഞങ്ങളുടെ ആലോചനയല്ല, തമ്പുരാന്റെ ശബ്ദം തന്നെ ഞങ്ങളെ കേൾപ്പിക്കുകയാണ് കർത്താവേ. അത് അതിന്റെ ശക്തിയോടുകൂടി, അത് അതിന്റെ പ്രാഗൽഭ്യത്തോടുകൂടി ഇന്ന് രാത്രിയിൽ ഇവിടെ വെളിപ്പെടുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്രൂശിന്റെ ചുവട്ടിൽ കർത്താവേ, നിന്റെ ജനം വിടുവിക്കപ്പെടട്ടെ, നിന്റെ ജനം സൗഖ്യം പ്രാപിക്കട്ടെ, നിന്റെ ജനം ചങ്ങലകളെ അഴിച്ച് അവൻ പുറത്തു വരട്ടെ. ഇന്ന് രാത്രി നൃത്തത്തിന്റെ അവൻ വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്ന ഒരു ജയത്തിന്റെ രാത്രിയാക്കി മാറ്റിയാട്ടപ്പാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പിശാചു തരത്തിൽ നിന്ന് പറഞ്ഞ് ബാധിച്ച മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ ജയം കടന്നു വരട്ടെയപ്പോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില കല്ലറകളെ തുറന്ന് ആമേൻ, ഹല്ലേലൂയ, ലാസറിനോട് പുറത്തു വരുവാൻ കൽപ്പിച്ച നാഥന്റെ ശബ്ദം ആമേൻ വിടുതൽ നൽകി, ജയം നൽകി പുറത്തു കൊണ്ടുവരുന്ന രാത്രിക്കായിട്ട് സ്തോത്രമപ്പ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജീവൻ ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി ചാകാറായ ശേഷിപ്പുകളുടെ മേൽ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ജീവൻ പ്രാപിക്കട്ടെ, ജീവൻ ഉണ്ടാകട്ടെ.
അവൻ യേശുവിന്റെ നാമത്തിൽ മുട്ടത്തോടു കൂടി കുത്തിയിരുന്ന ചിലത് അവൻ അഭിഷേകത്തോട് കൂടി തുള്ളിച്ചാടി ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കട്ടെ. ആമേൻ. സുന്ദര കവാടത്തിന്റെ അരികിൽ ഉണ്ടായ ദൈവപ്രവൃത്തി ഈ ഭവനത്തിന്റെ അകത്ത് വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി ദൈവജനം ജീവൻ പ്രാപിക്കട്ടെ. കർത്താവേ, ഈ ജനത്തിന്റെ നിരാശ മാറട്ടെ. ഈ ജനത്തിന്റെ മേൽ വേദനകൾ മാറിപ്പോകട്ടെ. സകല രോഗങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ ആകുലതകളും ഉത്കണ്ഠകളും മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം തന്റെ പൊന്നോമന കുമാരനെ തന്ന് ഞങ്ങളെ സ്നേഹിച്ച സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി പുത്തൻ ചിലത് ഇതിന്റെ അകത്ത് പകരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രമപ്പാ. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ വചനത്തെ അയച്ച് ഞങ്ങളെ വിടുവിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ മാനിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുവിന്റെ നല്ല നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, 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 ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ആമേൻ. പ്രാർത്ഥനയോട് കൂടി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്ന രാത്രിയാണ്. കർത്താവിന് സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ജയത്തിന്റെ രാത്രിയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ജയത്തിന്റെ രാത്രിയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ലോകം മുഴുവൻ ആമേൻ ഹല്ലേലൂയ കാൽവരി ക്രൂശിനെ നോക്കി ആമേൻ ഹല്ലേലൂയ അതിന്റെ ഓർമ്മകളെയൊക്കെ ആമേൻ സ്തോത്രം സ്മരിക്കുന്ന ഈ ദിവസം ആമേൻ സ്തോത്രം ഹല്ലേലൂയ പിതാവായ ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം ഹല്ലേലൂയ അത് ജയത്തിന്റെ ദിവസമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അത് ജയത്തിന്റെ ദിവസമായത്? ആമേൻ ഹല്ലേലൂയ. ചിലർ ഇന്ന് പുറത്തു പോലും പോകത്തില്ല, ചിലർ ചിരിക്കത്തില്ല. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ കർത്താവിന് സ്തോത്രം സെലിബ്രേറ്റ് ദ വിക്ടറി ഓഫ് ദ ലോർഡ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു ആമേൻ ക്രൂശിൽ മരിച്ചത് ആമേൻ സ്തോത്രം നമുക്ക് ജയമായി തീർന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പിശാചിന് ഒന്നും ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. അന്നത്തെ ദിവസമാണ് ദ സീഡ് ഓഫ് ദ വുമൻ. കർത്താവിന് സ്തോത്രം. ആമേൻ പിശാചിന്റെ തലയെ തകർത്തത്. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് സന്തോഷമില്ല? കർത്താവിന് സ്തോത്രം. പിശാചിന്റെ തലയെ തകർത്ത ദിവസത്തിന്റെ പേരാ ദുഃഖ വെള്ളിയാഴ്ച. കർത്താവിന് സ്തോത്രം. പിശാചിന്റെ തല തകർന്ന ദിവസമാണ് ഗുഡ് ഫ്രൈഡേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു പാസ് ഓവറിന്റെ ദിവസം ആമേൻ സ്തോത്രം എന്നേക്കുമുള്ളൊരു യാഗം സ്വർഗത്തിലെ തമ്പുരാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആമേൻ സ്തോത്രം. അന്നത്തെ ദിവസത്തിന്റെ പേര് ഗുഡ് ഫ്രൈഡേ എന്ന. കർത്താവിന് സ്തോത്രം. അത് സന്തോഷിക്കാനുള്ള ദിവസമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. പിശാചിന് ഒന്നും ചെയ്യുവാൻ സാധിക്കാഞ്ഞ ദിവസം. പലതും ചെയ്തു നോക്കി. കർത്താവിന് സ്തോത്രം. അവനെ നിന്ദിച്ചു നോക്കി. ആമേൻ സ്തോത്രം. അവന്റെ പിതാവിന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നീ സ്വർഗത്തിന് പിതാവായ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഇറങ്ങി വാന്നൊക്കെ പറഞ്ഞു അല്ലേ? നമ്മൾ ആമേൻ സ്തോത്രം വഴക്കുണ്ടാകുമ്പോൾ വിളിച്ചു പറയുന്ന ഭാഷകളാണ് അതൊക്കെ. കർത്താവിന് സ്തോത്രം. നീ അപ്പന്റെ മകനാണെങ്കിൽ അല്ലേ? കർത്താവിന് സ്തോത്രം. അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കി. ഒന്നും നടന്നില്ല. കർത്താവിന് സ്തോത്രം. അറക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന ചെമ്പരിയാടിനെ പോലെ യേശു മൗനമായിട്ട് നിന്നു. കർത്താവിന് സ്തോത്രം. എന്തിനാണെന്നറിയാമോ? ഒരു ജയത്തിന് വേണ്ടിയാണ്. പറഞ്ഞേ, ഒരു ജയത്തിന് വേണ്ടിയായിരുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേര് ഓർത്തിരിക്കുന്നു ദ സ്റ്റോറി ഓഫ് റിഡംഷൻ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദ സീഡ് ഓഫ് ദ വുമൻ അല്ലേ? കർത്താവിന് സ്തോത്രം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അന്നവൻ തകർത്തു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. കർത്താവിന് സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിന് സ്തോത്രം നമുക്ക് വായിക്കാം. കർത്താവിന് സ്തോത്രം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് സാധാരണ ചെയ്യാറുള്ളത് പോലെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് വായിക്കാം. കർത്താവിന് സ്തോത്രം. ഞാൻ മൈക്ക് ഓഫ് ചെയ്യാണ്. കർത്താവിന് സ്തോത്രം. വായിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം. ആമേൻ. നമുക്കറിയാം. കർത്താവിന് സ്തോത്രം. യേശുവിൻ്റെ പീഡാനുഭവ
പീഡാനുഭവത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട് കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ അന്ത്യ അത്താഴത്തിന് സ്തോത്രം അന്ത്യ അത്താഴത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദ ലാസ്റ്റ് സപ്പർ കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ അതിൻ്റെമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. നമുക്കറിയാം അവിടെ എഴുതി വച്ചിരിക്കുന്നൊരു വാക്ക് ഇങ്ങനെയാണ്: പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അടുത്തു. പറഞ്ഞേ, പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അടുത്തു. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ യേശു യെരൂശലേമിലേക്ക് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് പെസഹായുടെ സമയത്താണ്. കർത്താവിന് സ്തോത്രം. പെസഹ എന്ന് പറയുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അടുത്തു. കർത്താവിന് സ്തോത്രം. 7-ാമത്തെ വാക്യം പറയുന്നു: പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. കർത്താവിന് സ്തോത്രം. എന്തിനാണെന്നറിയാമോ? പെസഹ ഒരുക്കുവാൻ. കർത്താവിന് സ്തോത്രം. പെസഹ ഒരുക്കുവാനായിട്ട് സ്ഥലം അന്വേഷിക്കാൻ. കർത്താവിന് സ്തോത്രം. ഞാനിന്ന് സ്തോത്രം ആരാണ്ടിനെയൊക്കെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവിന് സ്തോത്രം, നമുക്ക് ലോഡ്സ് ടേബിൾ സ്തോത്രം ചെയ്യാൻ ഒരു നിവൃത്തിയില്ല, എന്തെങ്കിലും ഒരു ആലോചനയുണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. എന്ന് പറഞ്ഞതുപോലെ യേശു ശിഷ്യന്മാരായിരിക്കുന്ന പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞു, പെസഹ ഒരുക്കാൻ സ്ഥലം ഒരുക്കാൻ വേണ്ടി പറഞ്ഞു. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. അതിനുവേണ്ടി അയച്ചു. കർത്താവിന് സ്തോത്രം. അപ്പോൾ പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പം. കർത്താവിന് സ്തോത്രം. എന്താണ് ഈ പെസഹ? സ്തോത്രം. നമുക്കറിയാം ദൈവവചനത്തിനകത്ത് പഴയ നിയമത്തിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും സ്തോത്രം അതിൻ്റെ പൊരുളാണ് സ്തോത്രം പുതിയ നിയമം. പഴയ നിയമത്തിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നോ അതിൻ്റെ പൊരുളാണ് പുതിയ നിയമം. കർത്താവിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്തോത്രം ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ അതിൻ്റെ നിഴലടിക്കും. കർത്താവിന് സ്തോത്രം. നിഴൽ നമ്മൾ കാണും. സ്തോത്രം. നിഴൽ കാണുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. കർത്താവിന് സ്തോത്രം. അങ്ങനെ സ്തോത്രം പഴയ നിയമത്തിനകത്ത് നിഴൽ മാത്രം കണ്ടുകൊണ്ടിരുന്നു. സ്തോത്രം. എന്നാൽ അതിൻ്റെ മുന്നിലുണ്ടായ ശരിയായ രൂപം അല്ലെങ്കിൽ ശരിയായ വ്യക്തിയെ കണ്ടില്ല. കർത്താവിന് സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിഴലല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്, പിന്നെയോ പൊരുളാണ്. കർത്താവിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ പഴയ നിയമത്തിനകത്ത് നമ്മൾ എന്തൊക്കെ കണ്ടിരിക്കുന്നുവോ അതിൻ്റെ എല്ലാം സ്തോത്രം പൊരുളാണ് പുതിയ നിയമത്തിൽ കാണുന്നത്. കർത്താവിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്തോത്രം നമുക്കറിയാം ഇസ്രായേൽ മക്കൾ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് സ്തോത്രം പിതാവായിരിക്കുന്ന ദൈവം വലിയ അത്ഭുതങ്ങളെ കാണിച്ച് അവരെ പുറത്തെടുക്കുവാനായിട്ടിടയായി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ, ദൈവജനത്തിന് ഒരു വിടുതലുണ്ട്. കർത്താവിന് സ്തോത്രം. ദൈവജനത്തിന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വിടുതലുണ്ട്. കർത്താവിന് സ്തോത്രം. കണ്ണുനീരിനെ മറികടക്കുന്ന ഒരു ദൈവമല്ല, കണ്ണുനീരിനെ കണ്ടിട്ട് കാണാതെ പോകുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. പിന്നെയോ കണ്ണുനീര് കേൾക്കുകയും സ്തോത്രം അവരുടെ വേദനകളെ കാണുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കർത്താവിന് സ്തോത്രം. ഈജിപ്തിൻ്റെ അടിമത്തത്തിനകത്ത് മിസ്രയീം ദേശത്തിനകത്ത് സ്തോത്രം ഹല്ലേലൂയ കട്ടയടിച്ചുകൊണ്ടിരുന്ന, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കട്ട അടിച്ചുകൊണ്ടിരുന്ന ദൈവമക്കൾ അവിടെ കിടന്ന് കരയുവാൻ തുടങ്ങി. കർത്താവിന് സ്തോത്രം. അവരുടെ കണ്ണുനീര് കണ്ടപ്പോൾ ദൈവം അവിടെ നിന്ന് വിളിച്ചു പറയുന്ന സ്തോത്രം ഒരു കാര്യമുണ്ട്: ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു. കർത്താവിന് സ്തോത്രം 2 പ്രാവശ്യം കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ പറയുകയാണ്. കർത്താവിന് സ്തോത്രം. അപ്പോൾ ദൈവജനം ഒരു കാര്യം ഉറപ്പുവരുത്തണം: നമ്മളെ കാണുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. പ്രിയ മമ്മിയെ, ദൈവം നമ്മളെ കാണുന്നു. കർത്താവിന് സ്തോത്രം. നമ്മുടെ അവസ്ഥയെ അറിയുന്നു. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് ഭാരത്തോടെ പ്രയാസത്തോടെയൊക്കെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം ആരും കണ്ടില്ല എന്ന് വിചാരിക്കരുത്. കർത്താവിന് സ്തോത്രം. നമ്മെ കാണുന്ന കണ്ണുകളുണ്ട്. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവം അവരെ കണ്ടു. സ്തോത്രം. അങ്ങനെ മോശ എന്ന് പറയുന്ന മനുഷ്യനിലൂടെ സ്തോത്രം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി അവിടെ ഒരുക്കുകയാണ്. പഴയ നിയമത്തിനകത്ത് മോശ സ്തോത്രം ഒരു ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി എഴുന്നേൽക്കുകയാണ്. കർത്താവിന് സ്തോത്രം. പേര് മോശ. സ്തോത്രം ഹെബ്രായ ബാലനാണ്. കൊല്ലുവാൻ കൊണ്ടുപോയിട്ടും ഞാങ്ങണപ്പെട്ടകത്തിൻ്റെ അകത്ത് സ്തോത്രം സ്വർഗത്തിലെ തമ്പുരാൻ സൂക്ഷിച്ചത് കൊണ്ട് ഫറവോനും അവൻ്റെ കൂട്ടത്തിനും കൊല്ലുവാനായിട്ട് സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഫറവോന്റെ കൊട്ടാരത്തിൽ തന്നെ സ്തോത്രം അവൻ വളർന്നു വരുവാനിടയായി. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം സ്തോത്രം ഹല്ലേലൂയ പരാജയപ്പെട്ട സ്ഥലത്ത് മാനിക്കുന്ന ദൈവമായി. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. നീ വീണ സ്ഥലത്ത് നിന്നെ അവിടെ ഇട്ടേച്ച് തള്ളിക്കളയത്തില്ല. അയ്യോ ഞാനിനി എന്താ ചെയ്യാനാ എന്ന് ചോദിക്കത്തില്ല. പിന്നെയോ സ്തോത്രം നീ വീണ സ്ഥലത്ത് അതേ സ്ഥാനത്ത് പറഞ്ഞേ അതേ സ്ഥലത്ത് സ്തോത്രം എൻ്റെ ദൈവം എന്നെ ഉയർത്തും. കർത്താവിന് സ്തോത്രം.
ആമേൻ. മോശയെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ തകർത്ത് കളയുമെന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം ഇസ്രായേലിലെ മക്കളെ മുഴുവൻ ആമേൻ സ്തോത്രം ഹെബ്രായ മക്കളെ മുഴുവൻ കൊന്നൊടുക്കിയപ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരുവൻ മാത്രം മരിച്ചു പോയില്ല, ഒരുവൻ മാത്രം കൊല്ലുവാൻ സാധിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം ദൈവത്തിന്റെ കരുതല. കർത്താവിന് സ്തോത്രം. അവിടെ വെച്ച് മോശ ആമേൻ സ്തോത്രം ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ഫറവോന്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രിൻസസ് കർത്താവിന് സ്തോത്രം ആമേൻ മകളുടെ കുഞ്ഞായിട്ട് മോശ ആമേൻ ആമേൻ വളർന്നു വരുവാനിടയായി. വളർന്നു വന്നു. കർത്താവിന് സ്തോത്രം. നമുക്കറിയാം ആമേൻ സ്തോത്രം ആമേൻ ഈജിപ്തിന്റെ ദേശത്ത് മിസ്രയീമിന്റെ ദേശത്ത് ആമേൻ സ്തോത്രം വലിയ കഷ്ടതയിലായിരുന്ന ദൈവത്തിന്റെ ജനത്തെ ആമേൻ വിടുവിപ്പാൻ വേണ്ട സ്വർഗ്ഗത്തിലെ തമ്പുരാൻ ആമേൻ അദ്ദേഹത്തെ ഉപയോഗിക്കാൻ തുടങ്ങി. കർത്താവിന് സ്തോത്രം. ഫറവോന്റെ മുമ്പിൽ ചെന്നിട്ട് ആമേൻ പറയുവാൻ പറഞ്ഞു, എൻ്റെ ജനത്തെ എന്നെ ആരാധിപ്പാൻ വിട്ടുതരുവാൻ അവനോട് സംസാരിക്കുക. കർത്താവിന് സ്തോത്രം. വിക്കനും ആമേൻ സംസാരിക്കാൻ കഴിവില്ലാത്തവനുമായിരിക്കുന്ന മോശ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഭയപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കർത്താവിന് സ്തോത്രം. നിന്നെ ആ ദൈവത്തിന് വേണ്ടിയേ. കർത്താവിന് സ്തോത്രം. നിന്റെ നാവ് ആ ദൈവത്തിന് വേണ്ടിയേ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി സ്വർഗ്ഗത്തിലെ തമ്പുരാൻ നിന്നെ ഉയർത്തുന്ന ദിവസമാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ നാവിനെ സ്വർഗ്ഗത്തിലെ തമ്പുരാൻ തൊടുന്ന ദിവസമാ. ആമേൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. മോശയോട് പറയുകയാ. ആമേൻ. മോശ നീ പോകണം. മോശ പറഞ്ഞു, ഞാൻ പോകുന്നതിനേക്കാൾ നല്ലത് ആരും പോകുന്നതല്ലേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. മോശ പറഞ്ഞത് കേട്ട് കർത്താവിന്റെ കോപം വർദ്ധിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് അതുപോലെ അനുസരിക്കുന്നവർക്കായിട്ട് സ്തോത്രം. പാസ്റ്റർ വല്ലപ്പോഴും ആമേൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയുമ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയരുത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നു? കർത്താവിന് സ്തോത്രം. ദൈവം ആമേൻ സ്തോത്രം ഒരുവനെ വിളിക്കുന്നത് അവൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല, പിന്നെയോ ആമേൻ വിളിച്ചവനെ ക്വാളിഫൈഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓ, നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലും ഒരു മനുഷ്യനെ നോക്കി ദൈവം വിളിക്കുകയാ. മഹാ പരാക്രമശാലിയായിരിക്കുന്ന ഗിദെയോനെ. കർത്താവിന് സ്തോത്രം. ആമേൻ ആമേൻ. അദ്ദേഹം ഒളിച്ചിരിക്കുകയാ. എന്തുകൊണ്ടാണെന്നറിയാമോ? ആമേൻ ധൈര്യം കൊണ്ടല്ല. കർത്താവിന് സ്തോത്രം. മിദിയാനിയ ആൾക്കാരെ പേടിച്ചിട്ട് ഒളിച്ചിരിക്കുന്ന ഗിദെയോനെ നോക്കി സ്വർഗ്ഗത്തിലെ തമ്പുരാൻ വിളിക്കുക, മഹാപരാക്രമശാലിയെ, മൈറ്റി വെയിലർ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വിളിക്കുകയാണ്. ഗിദെയോൻ തിരിഞ്ഞു നോക്കി കാണും, എന്നെയാണോ അല്ല ഇവിടെ വേറെ വല്ലവരും ഉണ്ടോ? കർത്താവിന് സ്തോത്രം. ഞാൻ ഒളിച്ചിരിക്കുക. കർത്താവിന് സ്തോത്രം. ആമേൻ. നീ ഒളിച്ചിരിക്കുന്നത് അറിയാഞ്ഞിട്ടൊന്നുമല്ല. കർത്താവിന് സ്തോത്രം. നിന്നെ വിളിച്ച് ആമേൻ സ്തോത്രം നിന്നെ വിളിച്ചൊരു വിളിയുണ്ട്. കർത്താവിന് സ്തോത്രം. ആ വിളിക്കകത്ത് ആമേൻ സ്തോത്രം നിന്നെ പരാക്രമശാലി ആക്കാനുള്ള വിളിയാ അതിനകത്ത് കിടക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി സ്വർഗ്ഗത്തിലെ തമ്പുരാൻ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് തന്നെ ആമേൻ സ്തോത്രം അതിന്റെ ആണിക്കല്ല് സ്വർഗം കയറ്റും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അന്ന് ആർപ്പിടുന്നത് ആമേൻ സ്തോത്രം എൻ്റെ കഴിവ്, എൻ്റെ മിടുക്കെന്ന് പറഞ്ഞിട്ടല്ല. അന്ന് ആർപ്പിടുന്നത് കൃപ എന്ന് പറഞ്ഞിട്ടാ. ആമേൻ സ്തോത്രം. ഇറ്റ് ഈസ് നോട്ട് മീ, ഓ ഗോഡ്. കർത്താവിന് സ്തോത്രം. ഞാനല്ലായേ. ആമേൻ സ്തോത്രം. എൻ്റെ മേൽ വ്യാപരിച്ച കൃപയാണേ. ആമേൻ സ്തോത്രം. സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് വിളിച്ചു പറയുകയാണ്, കൃപ എന്ന് പറഞ്ഞ്. ഓ, നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് ശക്തമായിട്ട് വ്യാപരിക്കും. ഐ നോ ദാറ്റ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്ന രാത്രിയാ. പറഞ്ഞാട്ടെ, കർത്താവേ അങ്ങനെ തൊടുന്ന രാത്രിയാ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ മഹാപരാജയ വേദിയിലായിരിക്കുന്ന എന്നെ മഹാപരാക്രമശാലിയാക്കുവാൻ സാധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉടകന മന ദീപന മൗഡി മന അടക മന ഷിയ റാന്തേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് ചിലതിനെ പുറത്തെടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ അകത്ത് നിന്ന് ചിലത് പുറത്തു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ. കെട്ടപ്പെട്ടത് ചിലതിന്റെ കെട്ടുകൾ അഴിയട്ടെ ഇന്ന് രാത്രി. ആമേൻ. രോഗത്താൽ കെട്ടപ്പെട്ടത് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ചില ഭയത്താൽ കെട്ടപ്പെട്ടത്, ഭയത്തിന്റെ ഭീതിയാൽ കെട്ടപ്പെട്ടത് ഇന്ന് രാത്രി പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിന്റെ മേൽ അധിക ശക്തി, ദൈവശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി, the power of the Holy Spirit. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കന്യയെ എങ്ങനെയാ ഗർഭം ധരിക്കുന്നത്? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സൈക്കോളജിയിൽ പറ്റത്തില്ല, മെഡിക്കൽ സയൻസിൽ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ കന്യക്ക് ഗർഭം ധരിക്കും. എങ്ങനെയാണെന്ന് അറിയാമോ? അത്യുന്നതന്റെ ശക്തി നിഴലിട്ടാൽ മതി. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ സംഭവിക്കുവാനിരിക്കുന്നത് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ വചനത്തിനകത്തുണ്ട്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി അതിനെ മുറുകെ പിടിക്കുന്നവർ അത്ഭുതത്തെ കാണും. പറഞ്ഞേ, ഞാൻ ഈ വചനത്തെ മുറുകെ പിടിക്കുകയാണ്. ആമേൻ സ്തോത്രം. മറിയ ഒരു മുറുകെ പിടുത്തം പിടിച്ചു. ആമേൻ സ്തോത്രം. അത് അവരുടെ കയ്യിൽ കുഞ്ഞായിട്ട്, യേശു കുഞ്ഞായിട്ട് വെളിപ്പെടുവാനായിട്ടിടയായി. കർത്താവിന് സ്തോത്രം. മറിയയ്ക്ക് വേറെ ഒന്നും അറിയത്തില്ല. മറിയയ്ക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു വചനമുണ്ട്. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ ഒരു അരുളപ്പാടുണ്ട്. എനിക്കത് മതി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ.
നമ്മുടെ പെസഹായിലേക്ക് മടങ്ങി വരാം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം. ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ജനം പുറത്തു വരികയാ. കർത്താവിന് സ്തോത്രം. ഫറവോ വിടുന്നില്ല. ഫറവോ വലിയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ശക്തനായിരിക്കുന്നവൻ. ആമേൻ സ്തോത്രം. ഉപദ്രവങ്ങളും ആമേൻ വലിയ വിധമായിരിക്കുന്ന വ്യാധികളൊക്കെ അയച്ചിട്ടും ഫറവോന്റെ മനസ്സിനെ പിടിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഫറവോൻ കുലുങ്ങുന്നില്ല. ഒടുവിലായിട്ട് സ്വർഗത്തിലെ തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആമേൻ സ്തോത്രം ഈജിപ്തിന്റെ മേൽ ഒരു ന്യായവിധി നടത്താൻ പോവുകയാണ്. കർത്താവിന് സ്തോത്രം. ഒരു ന്യായവിധി, പറഞ്ഞ ന്യായവിധി, ഒരു ജഡ്ജ്മെന്റ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ എതിർക്കുന്ന ശക്തികളുടെ മേൽ ഒരു ജഡ്ജ്മെന്റിന്റെ ദിവസമായി ഇന്നത്തെ ദിവസം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു ന്യായവിധി കർത്താവിന് സ്തോത്രം. ന്യായവിധി അയക്കാൻ പോവുക. കർത്താവിന് സ്തോത്രം. ന്യായവിധി അയക്കാൻ പോവുക. ആമേൻ. ഇവിടുത്തെ കടിഞ്ഞൂലുകളെ ഒക്കെ എന്ന് പറഞ്ഞ ആദ്യജാതന്മാരെ ഒക്കെ ഞാൻ നശിപ്പിച്ചു കളയാൻ പോവുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു ആടിനെ എടുക്കണം. എന്തിനെ എടുക്കണം? ഒരാടിനെ എടുത്തിട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അതിനെ അറുക്കണം. അതിനെ അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് ആമേൻ സ്തോത്രം കട്ടിളമേലും അതിൻ്റെ കുറുമ്പടിമേലും തളിക്കണം. കർത്താവിന് സ്തോത്രം. എവിടെയാ? ഡോർ പോസ്റ്റ്. കർത്താവിന് സ്തോത്രം. നമ്മൾ ഡോർ പോസ്റ്റ് കണ്ടിട്ടില്ല, രണ്ട് സൈഡിലും ഉള്ളത്. പിന്നെ ലിൻഡൽ. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ വട്ടം നിൽക്കുന്നത് ആമേൻ സ്തോത്രം അതിൻ്റെ മേൽ തളിക്കണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, ആ രക്തമുള്ളതിൻ്റെ ഭവനത്തിനകത്ത് ആമേൻ സ്തോത്രം സംഹാരദൂതൻ കടക്കത്തില്ല. ആമേൻ. രക്തം മുദ്രയായിട്ട് കണ്ടിരിക്കുന്ന ഭവനത്തിനകത്ത് ഡെത്ത് ഏഞ്ചൽ വിൽ നോട്ട് കം. ആമേൻ. ഹി വിൽ പാസ് ഓവർ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പെസഹ എന്ന് പറയുന്നത്, പെസഹ പാസ് ഓവർ. കർത്താവിന് സ്തോത്രം. ഈ പശാക്ക് എന്ന് പറയുന്ന ആമേൻ ഹീബ്രു ആമേൻ സ്തോത്രം ഈ ആഘോഷത്തിന്റെ ആമേൻ ഇംഗ്ലീഷ് പേരാ പാസ് ഓവർ. കർത്താവിന് സ്തോത്രം. ഈ പാസ് ഓവർ എന്ന് പറഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ ഈ വിൽ പാസ് ഓവർ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അത് കടന്നു പോകും. അങ്ങനെ അവര് രക്തം ആമേൻ ആടിനെ അറുത്തു. ആ രക്തം കുറെ എടുത്ത് ആമേൻ സ്തോത്രം ഡോർ പോസ്റ്റിന്റെ മേലും ലിൻഡലിന്റെ മേലും ആമേൻ ഒഴിച്ചു. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അന്ന് രാത്രി ആമേൻ സ്തോത്രം ആമേൻ മിസ്രയീം ദേശം ഒരു കൂട്ടക്കരച്ചിലിന്റെ ദേശമായിട്ട് മാറി. അന്ന് രാത്രി അവിടുത്തെ കടിഞ്ഞൂലുകളൊക്കെ ഫറവോന്റെ കൊട്ടാരത്തിലടക്കം ആമേൻ സ്തോത്രം മരിച്ചു പോകുവാനായിട്ടിടയായി. കർത്താവിന് സ്തോത്രം. എന്നാൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുകയാണ്, രക്തം മുദ്രയായിട്ട് വീണ് ഒരു ഭവനത്തിൽ പോലും സംഹാരകൻ കടന്നു വന്നില്ല. ഒരു വ്യാധിയും കടന്നു വന്നില്ല. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ സ്തോത്രം, അതൊരു നിഴലായിരുന്നു പ്രിയമുള്ളവരെ. അതൊരു സത്യമായിരുന്നില്ല. അല്ലെങ്കിൽ ആമേൻ സ്തോത്രം അതൊരു പൂർണ്ണതയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അത് വെറും നിഴല് മാത്രമായിരുന്നു, ഒരു ഒബ്ജക്റ്റിന്റെ നിഴൽ. കർത്താവിന് സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 5-ാമത്തെ അധ്യായത്തിനകത്ത് ആമേൻ സ്തോത്രം അപ്പോസ്തലനായിരിക്കുന്ന ആമേൻ പൗലോസ് വിളിച്ചു പറയുകയാണ്, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ആമേൻ സ്തോത്രം ആടെന്ന് പറയുന്നത് ആമേൻ സ്തോത്രം നമ്മുടെ ക്രിസ്തുവാണ്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു. ആമേൻ സ്തോത്രം അത് ക്രിസ്തുവാണ്. കർത്താവിന് സ്തോത്രം. ഒന്ന് വായിക്കാമോ? ആ ഒരു വാക്യം പെട്ടെന്ന് വായിച്ചു. 1 കൊരിന്ത്യർ ലേഖനം 5:7 പെട്ടെന്ന് വായിച്ചു. ആമേൻ. പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയണം. Purge out the old leaven. കർത്താവിന് സ്തോത്രം. പഴയ പുളിമാവിനെ നിങ്ങൾ നീക്കിക്കളയണം. In the name of Jesus. വായിച്ചു. നമ്മുടെ പെസഹ കുഞ്ഞാടും ഇന്ന് രാത്രി ഇതിന്റെ അകത്തിരിക്കുന്ന എത്ര പേർക്ക് പറയുവാനായിട്ട് സാധിക്കും? ആമേൻ ഹല്ലേലൂയ. മിസ്രയീമിന്റെ ദേശത്ത് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി ആമേൻ സ്തോത്രം അറുക്കപ്പെട്ടൊരു കുഞ്ഞാടുണ്ട്. സംഹാര ദൂതനെ തൊടുവാൻ സാധിക്കാത്ത ആമേൻ വിലയേറിയ രക്തമൊഴുക്കിയ ഒരു കുഞ്ഞാടുണ്ട്. അവന്റെ പേരാണ് നസ്രയനായിരിക്കുന്ന യേശു കർത്താവ്. ഞാനൊരു ആമേൻ കേട്ടില്ല, 8 ആമേൻ മാത്രമേ കേട്ടുള്ളൂ. കർത്താവിന് സ്തോത്രം. ആമേൻ. ഒരു വലിയ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാ, ആമേൻ അറുക്കപ്പെട്ടത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിനക്കും എനിക്കും വേണ്ടി അറുക്കപ്പെട്ടത് ആമേൻ സ്തോത്രം ഒരു കുഞ്ഞാടല്ല, സ്വർഗത്തിലെ തമ്പുരാന്റെ പൊന്നോമന പുത്രനാ. എന്തിനാണെന്നറിയാമോ? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് അന്ന് മോശ മുഖാന്തരമായിട്ട് ഒരു ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ തമ്പുരാൻ നിശ്ചയിച്ച ഒരു കാര്യമുണ്ട്, പാസ് ഓവർ. കർത്താവിന് സ്തോത്രം. ആമേൻ. ആടിനെ അറുക്കണം, രക്തം എടുക്കണം,
ഡോർ പോസ്റ്റിന്റെ മേലും ലിൻഡലിന്റെ മേലും അവൻ തളിക്കണം. ലിൻഡൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കുന്നത്, ഡോർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കുന്നത്. അത് തന്നെയാ കാൽവരിയിൽ ക്രോസ് ബീം. ഓ, നിങ്ങൾക്ക് ഒരു സന്തോഷമുണ്ടോ? കർത്താവിന് സ്തോത്രം. കാൽവരി മലയിൽ ഒരു ക്രൂശ് കണ്ടിട്ട് ആമേൻ സ്തോത്രം, ആമേൻ, അന്ന് റോമ സാമ്രാജ്യത്തിന്റെ ആമേൻ സ്തോത്ര ശിക്ഷാവിധി ഇങ്ങനെയായിരുന്നു എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടല്ലേ. ദൈവത്തിന്റെ മുൻനിശ്ചയമാ. ഡോർ പോസ്റ്റിന്റെ മേലും ലിൻഡലിന്റെ മേലും കർത്താവിന് സ്തോത്രം. എന്റെ യേശു ആമേൻ സ്തോത്രം മൂന്നാണിമേൽ തൂക്കപ്പെട്ടവനായി കിടന്നത് എന്തിനാണെന്നറിയാമോ? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കർത്താവിന് സ്തോത്രം, hallelujah. Behold the lamb of God who takes away the sins of the world. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, അറുക്കപ്പെട്ടത്, അന്ന് അറുക്കപ്പെട്ടത് മിസ്രൈമിലെ കുറെ ദൈവമക്കൾക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ആമേൻ കാൽവരി മലയിൽ അറുക്കപ്പെട്ടത് ആമേൻ നമ്മുടെ പെസഹ കുഞ്ഞാടായിരിക്കുന്ന ക്രിസ്തു അറുക്കപ്പെട്ടത് ആമേൻ സ്തോത്രം കുറച്ച് കൂട്ടത്തിന് വേണ്ടിയല്ല, പിന്നെയോ ആമേൻ മാനവകുലം മുഴുവനും വേണ്ടിയാ, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാ. സ്വർഗത്തിലെ തമ്പുരാൻ വിളിച്ചു പറയുകയാ, ആമേൻ സ്തോത്രം, അവന്റെ പുത്രനായിരിക്കുന്ന യേശുവിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനായിരിക്കുന്ന പുത്രനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു. അത്രമേൽ എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം, അതിന്റെ മെഷർമെന്റ് എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം, ക്രൂശി നോക്കിയാൽ മതി. അത്രയ്ക്കും സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ എത്രയ്ക്കും സ്നേഹിച്ചു എന്നാ? ക്രൂശിൽ തന്റെ മോൻ തൂങ്ങപ്പെട്ടവനായിട്ട് കിടക്കുമ്പോ തമ്പുരാൻ ഒന്നും മിണ്ടാതിരുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? അത്രയ്ക്ക് സ്നേഹം നമ്മളോട് ഉണ്ടായത് കൊണ്ടാണ് ചേട്ടാ. ഓ, നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അത്രയ്ക്ക് സ്നേഹമുള്ളത് കൊണ്ടാ പറഞ്ഞേ, അത്രയ്ക്ക് എന്നെ സ്നേഹിച്ചത് കൊണ്ടാ. കർത്താവിന് സ്തോത്രം. ഞാനൊന്ന് അതിന് കടന്ന് പറഞ്ഞോട്ടെ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ ധൈര്യമുണ്ടോ? കർത്താവിന് സ്തോത്രം. എൻ്റെ അപ്പൻ അത് ചെയ്തു, പിതാവായ ദൈവം അത് ചെയ്തു. കർത്താവിന് സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാൻ ധൈര്യമുണ്ടോ? ഒരുവനൊന്ന് വെറുതെ പറഞ്ഞു നോക്കുക. ആമേൻ സ്തോത്രം, വിവരം അറിയും. നിന്റെ കുഞ്ഞിനെ കുറിച്ച് അനാവശ്യമായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കുക. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അവന് കേടുപറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിന്നോട് പറഞ്ഞു നോക്ക്. നിന്റെ തനി സ്വഭാവം അന്നേരം വെളിപ്പെടും. കർത്താവിന് സ്തോത്രം. അന്ന് സ്വർഗത്തിലെ ദൈവം ആമേൻ സ്തോത്രം തന്റെ പൊന്നോമന പൈതലിനെ ക്രൂശിൽ തൂക്കാനായിട്ട് ഇട്ടുകൊടുത്തപ്പോ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ക്രൂശിൽ കിടന്നുകൊണ്ട് പൊന്നോമന കുമാരൻ കരഞ്ഞു, എലായി എലായി ലാമാ സബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തിനാണെന്ന് അറിയാമോ? കർത്താവിന് സ്തോത്രം. അത്രയ്ക്ക് സ്നേഹിച്ചത് കൊണ്ടാ. ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം കർത്താവിന് സ്തോത്രം, പ്രിയമുള്ളവരെ, മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങാതിരുന്നിട്ടൊന്നും കാര്യമില്ല. ഈ കർത്താവിനെ നിനക്ക് സ്നേഹിക്കാമോ? ഇത്രയ്ക്കും നിന്നെ സ്നേഹിച്ച ഒരു നല്ല ദൈവത്തെ തിരിച്ചറിയാതെ പോകരുത് കേട്ടോ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങളും നിങ്ങളും പറഞ്ഞ് തല്ലുപിടിച്ച് തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. കർത്താവിന് സ്തോത്രം. എനിക്കും നിനക്കും വേണ്ടി മരിച്ചൊരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയാനുള്ളതാ, അവന് വേണ്ടി ജീവിക്കാനുള്ളതാ നമ്മുടെ ജീവൻ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാ, അന്ന് ആമേൻ സ്തോത്രം അവരെ പുറത്തു കൊണ്ടുവന്നിട്ട് ആമേൻ ഈജിപ്റ്റ് ദേശത്തുണ്ടായിരുന്ന മിസ്രയീമിലുണ്ടായിരുന്ന ദൈവമക്കളോട് സ്വർഗത്തിലെ തമ്പുരാൻ പറഞ്ഞ മോശയിലൂടെ വിളിച്ചു പറഞ്ഞ പുറത്തു വാ. കർത്താവിന് സ്തോത്രം. അവരന്ന് പുറത്തിറങ്ങുകയാ. എന്നിട്ട് പറഞ്ഞു, ആമേൻ സ്തോത്രം, ഇത് നിങ്ങളുടെ വർഷത്തിന്റെ ആരംഭമായിരിക്കണം. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ വർഷത്തിന്റെ ആരംഭത്തിന്റെ ആമേൻ സ്തോത്രം 1-ാമത്തെ മാസമായിരിക്കണം. ഈ 1-ാമത്തെ മാസത്തിന്റെ 14-ാമത്തെ ദിവസം ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളെല്ലാവരും ആമേൻ സ്തോത്രം തലമുറയായി, എപ്പോഴാ? തലമുറയായിട്ട് ആമേൻ സ്തോത്രം നിങ്ങൾ ആടിനെ കൊന്ന് അറുത്ത് അതിന്റെ ചോര എടുത്ത് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾ ഇതുപോലെ ആമേൻ ഇതിന്റെ ഓർമ്മയായിട്ട് ഇത് ചെയ്യണം. ഈ പെസഹ ആചരിക്കണം. നിങ്ങൾ വായിച്ചാട്ടെ, പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, 12-ാമത്തെ അധ്യായം, ആമേൻ 1 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിന് സ്തോത്രം. പെട്ടെന്ന് വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. പുറപ്പാട് പുസ്തകം 12-ന്റെ 1-ാമത്തെ വാക്യം. കർത്താവിന് സ്തോത്രം. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്ത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായിരിക്കണം. ഏത് മാസമാ? ആമേൻ സ്തോത്രം. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്ന
വിടുവിക്കപ്പെട്ട മാസം. റോസി ചേച്ചി വിടുവിക്കപ്പെട്ട മാസത്തിന്റെ പേരാ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് ഓർമ്മയുണ്ട് കർത്താവിന് രക്ഷകനും നാഥനുമായിട്ട് ആമേൻ സ്വീകരിച്ച ദിവസത്തിന്റെ മാസമെങ്കിലും? കർത്താവിന് സ്തോത്രം. മറന്നുപോലെ കേട്ടോ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, അതാ നിന്റെ ഒന്നാമത്തെ ബർത്ത്ഡേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ചിലരെങ്കിലും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഞാൻ വീണ്ടും ആമേൻ ജനിക്കപ്പെട്ട ദിവസമാ, ഇന്നാ എൻ്റെ ബർത്ത്ഡേ. കർത്താവിന് സ്തോത്രം. ദ റിയൽ യു. കർത്താവിന് സ്തോത്രം. ജനിച്ച ദിവസത്തിന്റെ പേരാ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം, താഴ്ത്തോട്ട് വായിക്കാം. ആമേൻ സ്തോത്രം. ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1 മാസം ആയിരിക്കണം. നിങ്ങൾ വായിച്ചു. ഈ മാസം 10-ാം തീയതി അതാത് കുടുംബത്തിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ കൊണ്ടുവരണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യെരൂശലേമിന്റെ പടിവാതിലിൽ എൻ്റെ യേശു വിനയാനിതനായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് ആഗതനായിരുന്നപ്പോ അവിടെ ഉണ്ടായിരുന്നവർ വിചാരിച്ചത് ഇവൻ എല്ലായിടത്തും പോകുന്നത് പോലെ ആമേൻ സ്തോത്രം അവിടെയും വന്നു എന്നാണ്. കർത്താവിന് സ്തോത്രം. എന്നാൽ അവരറിഞ്ഞില്ല 4 ദിവസം കഴിയുമ്പോൾ പെസഹായാണ്. ആമേൻ സ്തോത്രം. നീസാൻ മാസത്തിന്റെ 10-ാമത്തെ ദിവസം ആട്ടിൻകുട്ടിയെ കൊണ്ടുവരണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. കർത്താവിന് സ്തോത്രം. യെരൂശലേമിനകത്തേക്ക് കടന്നതും അവരുടെ ക്ലോത്ത്സ്, അവരുടെ ഉടുപ്പുകൾ താഴെ വിരിച്ചിട്ട് ആമേൻ സ്തോത്രം രാജാവിന് ജയഘോഷം ആമേൻ പാടി. അന്നവർ പറഞ്ഞു, ഹോശാന, ദാവീദ് പുത്രൻ ഹോശാന. അവർ വിളിച്ചു പറഞ്ഞു. വലിയ ആരവത്തോടെ, ആഘോഷത്തോടെ, നൃത്തത്തോടെ ഒക്കെ അവർ ആഘോഷിച്ച് ആമേൻ സ്തോത്രം കൊണ്ടുവന്നു. ആമേൻ സ്തോത്രം. ഒരു വശത്ത് ആമേൻ യേശു യെരൂശലേമിന്റെ ആമേൻ വഴിയ താരകളിലൂടെ ആമേൻ കടന്നു വരുമ്പോ, മറുവശത്ത് ആമേൻ അവിടുത്തെ മഹാപുരോഹിതൻ ആട്ടിൻകുട്ടിയെയും കൊണ്ടുവരികയാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. ഇവർ രണ്ടുപേരും ആമേൻ സ്തോത്രം മഹാപുരോഹിതൻ അറിയത്തില്ല. ഇതാ ദൈവം സ്വർഗത്തിലെ തമ്പുരാൻ എന്നേക്കുമുള്ള യാഗത്തിനായിട്ട് ആമേൻ ഒരു റിയൽ പാസ് ഓവറിനായിട്ട് അവന്റെ പൊന്നോമന മകനെ 10-ാം തീയതി തന്നെ ആമേൻ സ്തോത്രം അവിടത്തേക്ക് വിട്ടതായിട്ട്, കൊണ്ടുവരുന്നതായിട്ട് അവർ തിരിച്ചറിഞ്ഞില്ല. ദൈവത്തിന്റെ വചനം പറയുക, നമ്മൾ വായിച്ചു കേട്ട് ലൂക്കായുടെ സുവിശേഷത്തിനകത്ത് നമ്മൾ വായിച്ചു കേട്ടു. എന്താ? പെസഹ അടുത്തത് കൊണ്ട്. എന്തായിരുന്നു? പെസഹ അടുത്തത് കൊണ്ട്. കർത്താവിന് സ്തോത്രം. പെസഹ അടുത്തു എന്ന് പറഞ്ഞാൽ ആമേൻ 14-ാം തീയതി. താഴ്ത്തോട്ട് വായിച്ചു. കർത്താവിന് സ്തോത്രം. ആമേൻ. അതിന്റെ ആമേൻ സ്തോത്രം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ച പെട്ടെന്ന്. 5-ാം വാക്യം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം, 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം. 6-ാം വാക്യം. 6-ാം വാക്യം. ഈ മാസം ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, യേശു 10-ാം തീയതി ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ യെരൂശലേമിലേക്ക് വരികയാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മനസ്സിലാകാത്തവർക്കായിട്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു. അത് യേശു ക്രിസ്തുവാ. എന്നാ അറുക്കപ്പെട്ടതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പെസഹായുടെ അന്നത്തെ ദിവസം 14-ാം തീയതി. കർത്താവിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. 14-ാം തീയതി, ഹബീബ് മാസം 14-ാം തീയതി എന്ത് ചെയ്യണം? ആമേൻ സ്തോത്രം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറയ്ക്കണം. ട്വൈലൈറ്റ്. കർത്താവിന് സ്തോത്രം. ഈവനിങ് സമയം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് മരിച്ചത് എപ്പോഴാണെന്ന് അറിയണ്ടേ? കർത്താവിന് സ്തോത്രം. നിങ്ങൾ എടുത്ത് നോക്കിക്കോ. 9-ാം മണി നേരം എന്ന് പറഞ്ഞാൽ ഏകദേശം 3 മണി. കർത്താവിന് സ്തോത്രം. ഈ ട്വൈലൈറ്റ് എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം ഈവനിങ് സമയമാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ 2 മണി മുതൽ 3 മണി വരെയുള്ള സമയം, 3 തൊട്ട് 4 വരെയുള്ള സമയം. കർത്താവിന് സ്തോത്രം. കൃത്യമായിട്ട് ആമേൻ സ്തോത്രം. യേശു കർത്താവ് ക്രൂശ് മരത്തിന്റെ മേൽ തൂക്കപ്പെട്ടത്, അവൻ അറുക്കപ്പെട്ടത് ആമേൻ സ്തോത്രം ആ പറഞ്ഞിരിക്കുന്ന അതേ സമയത്തും അതേ മണിക്കൂറിലുമാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ് ആമേൻ സ്തോത്രം. എന്നിട്ട് അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, അതിന്റെ രക്തം കുറെ എടുത്ത്. കർത്താവിന് സ്തോത്രം. അതിന്റെ രക്തം കുറെ എടുത്ത് നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ വാതിലിന്റെ
രണ്ടിന്മേൽ കുറുമ്പടിമേലും പുരട്ടണം. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കർത്താവിന് സ്തോത്രം. ആമേൻ, ആമേൻ. അതിന്റെ ഡോർ പോസ്റ്റ്. കർത്താവിന് സ്തോത്രം. Moreover, they shall take some of the blood and put it on the two doorposts and on the lintel of the houses in which they eat. കർത്താവിന് സ്തോത്രം. അവരെ ആമേൻ സ്തോത്രം കുഞ്ഞാടിനെ ആമേൻ അറുത്ത ആമേൻ സ്തോത്രം അതിനെ കഴിക്കുന്ന ആ ശരീരം കഴിക്കുന്ന സ്ഥലത്തുള്ള ആ ഭവനക്കാർ എന്ത് ചെയ്യണം? അതിന്റെ രക്തം എടുത്തിട്ട് ആമേൻ സ്തോത്രം ഡോർ പോസ്റ്റേലും ആമേൻ സ്തോത്രം ലിൻഡലേലും തളിക്കണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും താഴ്ത്തോട്ട് വായിക്കുക. കർത്താവിന് സ്തോത്രം. അന്ന് രാത്രി തീയിൽ ചുട്ടതായ കയ്പ് ചീരയോടുകൂടി തിന്നണം. അതിനെന്ത് ചെയ്യണം? തീയിൽ ചുട്ടെടുക്കണം. കർത്താവിന് സ്തോത്രം. ഹാലലൂയ. വചനത്തിനകത്ത് എഴുതിയിരിക്കുക ദൈവത്തിന്റെ കോപത്തിന്റെ തീയിൽ ആമേൻ സ്തോത്രം. ഹാലലൂയ. യേശു നിർമ്മലനും നിർദോഷനും നിഷ്കളങ്കനുമായിരിക്കുന്ന പാപം ചെയ്യാത്ത യേശു ആമേൻ സ്തോത്രം. ഹാലലൂയ. ദൈവത്തിന്റെ കോപത്തിന്റെ തീയുടെ അകത്ത് ചുടപ്പെടുവാനിടയായി. കർത്താവിന് സ്തോത്രം. ഗലാത്യ ലേഖനത്തിനകത്ത് വിളിച്ചു പറയുക ആമേൻ സ്തോത്രം. ഹാലലൂയ. ആമേൻ മരത്തിൽ തൂക്കപ്പെടുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നത് പോലെ നമ്മുടെ ശാപമെല്ലാം അവന്റെ മേലയിലേക്ക് പിതാവായിരിക്കുന്ന ദൈവം അങ്ങ് വെച്ചു. എന്നിട്ട് പുത്രനെ കോപത്തിന്റെ തീയുടെ അകത്ത് ചുട്ടെടുത്തു. കർത്താവിന് സ്തോത്രം. നീയും ഞാനും അനുഭവിക്കേണ്ടിയിരുന്നൊരു ശിക്ഷയുണ്ട്. കർത്താവിന് സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ കോപത്തിന്റെ തീയിൽ ആമേൻ പെട്ട് വെന്തു പോകേണ്ടിയിരുന്നൊരു ശിക്ഷാവിധി. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം നമുക്കൊരു സദ്വർത്തമാനമുണ്ട്. ഗുഡ് ന്യൂസ്. ആമേൻ. സുവിശേഷം എന്താണ് സുവിശേഷമായത്? ഗുഡ് ന്യൂസ് ആയത്. ആ ഗുഡ് ന്യൂസ് ആയതിന് ഒറ്റ കാരണമേ ഉള്ളൂ. നീ ചാകേണ്ടിയിരുന്ന സ്ഥാനത്ത് എന്റെ പൊന്നു തമ്പുരാൻ അവന്റെ സ്വന്തം പുത്രനെ സ്വന്തം കുമാരനെ ഏൽപ്പിച്ചു കൊടുക്കാനിടയായി. അതുകൊണ്ട് ആമേൻ സ്തോത്രം നിന്റെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായതുകൊണ്ട് ആമേൻ സ്തോത്രം അതിന്റെ പേര് ആമേൻ സ്തോത്രം നമ്മൾ ആമേൻ ഗുഡ് ന്യൂസ് എന്ന് വിളിക്കുകയാണ്. ആമേൻ സ്തോത്രം. അത് സദ്വർത്തമാനമായി തീർന്നു. കർത്താവിന് സ്തോത്രം. ആമേൻ. താഴത്തോട്ട് വായിക്കാം. കർത്താവിന് സ്തോത്രം. ആമേൻ. പിറ്റേന്നാൾ കാലത്തേക്ക് അതിനെ ഒട്ടും ശേഷിപ്പിക്കരുത്. തീയിലിട്ട് ചുട്ടുകളയണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ച്. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ നിങ്ങളെ രക്തം കാണുമ്പോൾ എന്ത് ചെയ്യും? ഒഴിഞ്ഞ് കടന്നു പോകും. പാസ് ഓവർ. കർത്താവിന് സ്തോത്രം. ഞാൻ മിസ്രയീം ദേശത്ത് ബാധിക്കുന്ന ബാധയൊന്നും നിങ്ങൾക്ക് നാശഹേതുവാകത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. മുദ്രയാ, രക്തം മുദ്രയാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രൂശിക്കപ്പെട്ടത് എന്താണെന്ന് അറിയാമോ? പാസ് ഓവറിന്റെ അന്നത്തെ ദിവസം. 3 ഗോസ്പലിനകത്തും ഒരു വള്ളി പുള്ളി തെറ്റില്ലാതെ ആമേൻ സ്തോത്രം ഒരുപോലെ പറഞ്ഞിരിക്കുന്നതും ആമേൻ സ്തോത്രം ആമേൻ ഔട്ട് സെക്യുലർ ആമേൻ ഹിസ്റ്റോറിയൻ ആയിരിക്കുന്ന ജോസീഫസ് എന്ന് പറയുന്ന ഫ്ലാവിയസ് ജോസീഫസ് കർത്താവിന് സ്തോത്രം എഴുതി വെച്ചിരിക്കുന്നതും ഒക്കെ ആയിരിക്കുന്ന പ്രമാണം എടുത്തു നോക്കിയാൽ ആമേൻ ഒരു കാര്യം നമുക്കറിയാം. യേശു മരിച്ചത് എക്സാക്ട്ലി ആമേൻ ആ പാസ് ഓവറിന്റെ അതേ സമയത്താണ്. കർത്താവിന് സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിച്ചു ഇത് ആമേൻ ഇത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആമേൻ സ്തോത്രം ഒരു പക്ഷേ ആമേൻ യേശുവിൻ്റെ മരണം ഒരു ദിവസം മുന്നമേയോ ഒരു ദിവസം കഴിഞ്ഞോ ആക്കാമായിരുന്നില്ലേ? പ്രിയമുള്ളവരെ, നടക്കത്തില്ല. ദൈവം നിശ്ചയിച്ചതാ. കാരണം എന്താണെന്ന് അറിയാമോ? ഹി ഈസ് ദ പാസ് ഓവർ ലാംബ്. കർത്താവിന് സ്തോത്രം. ആമേൻ. അവൻ അറുക്കപ്പെടേണ്ടത് പാസ് ഓവറിന് തന്നെയാ. കർത്താവിന് സ്തോത്രം. ആമേൻ. വായിച്ചാട്ടെ, താഴ്ത്തോട്ട് വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. ഇനി 15-ാം ദിവസം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 15-ാം വാക്യം. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്താണെന്ന് അറിയാമോ? പുളിച്ച മാവ് നിങ്ങൾ നീക്കിക്കളയണം. കർത്താവിന് സ്തോത്രം. പുളിച്ച മാവ് എന്ത് ചെയ്യണം? നീക്കിക്കളയണം. കാരണം എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ 7 ദിവസവും പുളിപ്പ് ഉണ്ടാകാൻ പാടില്ല.
കർത്താവിന് സ്തോത്രം. 14-ാം ദിവസം പാസ് ഓവർ, 15-ാം തീയതി 14-ാം തീയതി പാസ് ഓവർ, 10-ാം തീയതി ആമേൻ ആടിനെ കൊണ്ടുവരണം, ആടിനെ ഭവനത്തിൽ എടുക്കണം, 14-ാം തീയതി അതിനെ അറുക്കണം. എപ്പോഴെടുക്കണം? ആമേൻ ട്വൈലൈറ്റ് എന്ന് പറഞ്ഞ സന്ധ്യാസമയത്ത് അറുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആമേൻ കോപത്തിന്റെ തീയിൽ, ആമേൻ തീയിൽ ചുട്ടെടുക്കണം. കർത്താവിന് സ്തോത്രം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ രക്തമെടുത്ത് കട്ടിളമേലും ആമേൻ കുറുമ്പടി മേലും ക്രോസ് ബീംസ് കർത്താവിന് സ്തോത്രം തളിക്കണം. എന്തിനാണെന്നറിയാമോ? ആമേൻ സ്തോത്രം. സംഹാരദൂതൻ മരണം നിന്നെ തുടരുത്. പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണത്തിൽ നിന്ന് ആമേൻ സ്തോത്രം മാനവരാശിയെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി, മരണത്തിൽ നിന്ന് വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ആമേൻ സ്തോത്രം യാഗമായി തീർന്നവന്റെ പേരാണ് ആമേൻ സ്തോത്രം യേശു കർത്താവ്. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ മരണത്തെ നീക്കുവാൻ സാധിക്കുന്ന ഒരേ ഒരു രക്തമേ ഉള്ളൂ, അത് യേശുവിന്റെ രക്തമാണ്. ആമേൻ സ്തോത്രം. പത്രോസ് വിളിച്ചു പറയുക, വെള്ളി പൊന്ന് തുടങ്ങി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നിങ്ങളെ വീണ്ടെടുത്തത്, പിന്നെയോ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായിരിക്കുന്ന രക്തത്താലത്രേ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. You have been redeemed by the innocent and blameless blood of Jesus. കർത്താവിന്റെ സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുക. ആമേൻ സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, ഈ 7 ദിവസവും ആമേൻ സ്തോത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്? പുളിപ്പ് ഉള്ള അപ്പം തിന്നരുത്. കർത്താവിന് സ്തോത്രം. പാസ് ഓവറിന് മുമ്പേ തലേ രാത്രിയിൽ എന്ത് ചെയ്യണം? ആമേൻ പുളിപ്പ് നീക്കിക്കളയണം. എന്ത് ചെയ്യണം? പുളിപ്പ് നീക്കിക്കളയണം. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അത് നിഴല. പറഞ്ഞേ, അത് നിഴല. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു അല്ലേ, ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആമേൻ സ്തോത്രം അതിന്മേൽ വെളിച്ചം അടിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്ത് വരുന്ന സാധനത്തിന്റെ പേരാണ് നിഴല്, ഷാഡോ. കർത്താവിന് സ്തോത്രം. അതിനൊരു സാധനം ഉള്ളത് കൊണ്ടാണ് ആമേൻ സ്തോത്രം മറ്റൊന്ന് നിഴലായത്. നിഴല് കാണുമ്പോൾ നമുക്കറിയാം അവിടെ എന്തോ ഉണ്ടെന്നല്ലേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പുതിയ നിയമത്തിനകത്ത് ആ നിഴല് മാറി പൊരുളാകുക. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. അന്ന് അറുക്കപ്പെട്ടത് ആമേൻ സ്തോത്രം ഒരു കുഞ്ഞാടല്ല, പിന്നെയോ അത് യേശുവാണ്. പാസ് ഓവറിനകത്ത് അറുക്കപ്പെട്ടത് യേശു കർത്താവാണ്. ആമേൻ സ്തോത്രം. അവിടെ ചൊരിയപ്പെട്ടത് ആബേലിന്റെ രക്തമല്ല, ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായിട്ട് സംസാരിക്കുന്ന യേശു കർത്താവിന്റെ രക്തമാണ്. ആമേൻ സ്തോത്രം. അന്ന് ആമേൻ സ്തോത്രം ഇസ്രായേൽ ദേശത്ത് നിന്ന് മരണമൊഴിഞ്ഞു പോയെങ്കിൽ, ആ രക്തം കണ്ട ഭവനങ്ങളിൽ നിന്ന് മരണമൊഴിഞ്ഞു പോയെങ്കിൽ, ആ രക്തം മുദ്രയായിട്ടുള്ള സഹോദര സഹോദരി നിന്നെ ഒഴിഞ്ഞ് ആമേൻ സ്തോത്രം ആ ഡെത്തും ആമേൻ സ്തോത്രം ആ ഇറ്റേണൽ ഡെത്ത് എന്ന് പറയുന്ന സംഭവം നീങ്ങിപ്പോകുക. കർത്താവിന് സ്തോത്രം. അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞിരിക്കുക, പുളിപ്പ് നീക്കിക്കളയണം. അപ്പോൾ എന്താണ് ഈ പുളിപ്പിന്റെ പൊരുൾ? കർത്താവിന് സ്തോത്രം. പുളിപ്പ് നിഴലാണെങ്കിൽ പുളിപ്പിന്റെ പൊരുൾ എന്താണ്? കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്ക് വായിക്കാം 1 കൊരിന്ത്യർ ലേഖനം 5-ാമത്തെ അധ്യായം ആമേൻ സ്തോത്രം 7-ാമത്തെ വാക്യം. പെട്ടെന്ന് വായിച്ചാട്ടെ, പെട്ടെന്ന്. ഉടകനമന ശബ്ദല. നമ്മുടെ സമയം കഴിഞ്ഞു. കർത്താവിന് സ്തോത്രം. പെട്ടെന്ന് 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 ആമേൻ. വായിച്ചു. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയണം. കാരണം എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടതു. ആമേൻ. അത് ക്രിസ്തു തന്നെ. കർത്താവിന് സ്തോത്രം. 6-ാം വാക്യം പറയുക, പുളിപ്പില്ലാത്ത ആമേൻ സ്തോത്രം അപ്പം വേണം. കർത്താവിന് സ്തോത്രം. പാസ് ഓവർ കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാ. അത് 7 ദിവസമാ. 7 ദിവസവും പുളിപ്പ് പാടില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോഴും ആമേൻ സ്തോത്രം ജൂവിഷ് ഫാമിലികളിലൊക്കെ ആമേൻ പാസ് ഓവറിന്റെ സമയത്ത് ഒരു ആചാരമുണ്ട്. എന്താണെന്ന് അറിയുമോ അതിന്റെ പേര്? ഹാമേറ്റ്സ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ ഹാമേറ്റ്സിന്റെ ദിവസം ആമേൻ സ്തോത്രം അവിടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ കൂടി അങ്ങ് അന്വേഷണം തുടങ്ങും. അവർക്ക് അത് അനുഗ്രഹമാണ്. കർത്താവിന് സ്തോത്രം. എന്താണെന്ന് അറിയാമോ? ആ ഭവനത്തിനകത്ത് എവിടെയെങ്കിലും ഈസ്റ്റ്, കർത്താവിന് സ്തോത്രം, ലെവൻ, കർത്താവിന് സ്തോത്രം, പുളിപ്പുണ്ടോ എന്ന് അവരെല്ലാം കിടന്ന് തിരയും. അതിനവർ ഉപയോഗിക്കുന്നത് ഒരു മരത്തിന്റെ സ്പൂണ്, ആമേൻ സ്തോത്രം, ഒരു തൂവല്, ഒരു ഫെദറ്, ആമേൻ സ്തോത്രം, ഒരു മെഴുകുതിരി. അവരെല്ലായിടത്തും സിംബോളിക്കായിട്ട് തിരയും. തിരഞ്ഞിട്ട് ആമേൻ കിട്ടുന്നത് ആമേൻ സ്തോത്രം തീയിലിട്ട് ചുട്ടുകളയും. എന്തിനാണെന്നറിയാമോ? അങ്ങനെയാ ദൈവം കൽപ്പിച്ചത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുക, നിങ്ങൾ പുതിയ പിണ്ടമാകേണ്ടതിന് നിങ്ങൾക്കൊരു പാസ് ഓവർ ലാമ്പ് ഉണ്ട്. ആമേൻ സ്തോത്രം. അത് ആമേൻ സ്തോത്രം കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന സാധനമല്ല, പിന്നെയോ അത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പാസ് ഓവർ ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് ആമേൻ ദി ഫീസ്റ്റ് ഓഫ് ദി അൺലെവൻഡ് ബ്രെഡ് ഉണ്ട്.
കർത്താവിന് സ്തോത്രം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളുമുണ്ട്, അത് 7 ദിവസമാ. കർത്താവിന് സ്തോത്രം. എന്താണ് പുളിപ്പ്? ആമേൻ സ്തോത്രം. ആമേൻ വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. അടുത്ത വാക്യം വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിപ്പിൻ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയും, എവറി സിൻ, എവറി പ്രൈഡ്, എവറി ഈഗോ, എവറി സെൽഫ് ഇൻട്രസ്റ്റ്, കർത്താവിന് സ്തോത്രം, ഇന്ന് രാത്രി നമുക്ക് നീക്കിക്കളയാം. കാരണം എന്താണെന്ന് അറിയാമോ? ഈ ഗുഡ് ഫ്രൈഡേ ദിവസം പ്രിയമുള്ളവരെ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് റൂമിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാനല്ല. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിനക്കൊരു പാസ് ഓവർ ഉണ്ടേൽ, ആമേൻ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളുമുണ്ട്. കർത്താവിന് സ്തോത്രം. നീ പാസ് ഓവർ ആഘോഷിക്കുന്നവനാണെങ്കിൽ, ആമേൻ, രക്തം, കുഞ്ഞാടിന്റെ രക്തം നിനക്ക് മുദ്രയായിട്ടുണ്ടേൽ, ആമേൻ സ്തോത്രം, നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്, ആമേൻ സ്തോത്രം, ആമേൻ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കൂടി ആഘോഷിക്കാനാ. കർത്താവിന് സ്തോത്രം. എന്താ ഇത് സൂചിപ്പിക്കുന്നേ? കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഒന്ന്, പാസ് ഓവർ എന്ന് പറയുന്നത്, ആമേൻ സ്തോത്രം, കൃപയാലുള്ള വീണ്ടെടുപ്പ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ നീതീകരണം, പറഞ്ഞ നമ്മുടെ നീതീകരണം, ആമേൻ, മരണം നീങ്ങിപ്പോകാൻ നമ്മൾ എന്ത് ചെയ്തു? കർത്താവിന് സ്തോത്രം. നമ്മൾ എന്ത് ചെയ്തു? ആമേൻ, കുഞ്ഞാടിന്റെ രക്തം നമുക്ക് മുദ്രയായിട്ട് വന്നു. കർത്താവിന് സ്തോത്രം. ഏതാ കുഞ്ഞാട്? നീ കടയിൽ 5 പൈസ കൊടുത്ത് മേടിച്ചതാണോ? ഇന്ന് രാത്രി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പ്രിയ സഹോദരി, പ്രിയ സഹോദര, നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, അവന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, നിനക്ക് ആ മുദ്ര സൗജന്യമായിട്ട് ലഭിക്കുകയാ. കർത്താവിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ രക്തം സൗജന്യമായിട്ട്, ആമേൻ, നിനക്ക് ലഭിച്ചപ്പോ, ആമേൻ സ്തോത്രം, ഈജിപ്തിന്റെ ദേശത്തൊരു ന്യായവിധി ഉണ്ടായിരുന്നു. ആ ന്യായവിധിയിൽ നിന്ന്, ആമേൻ, രക്തം മുദ്രയായിട്ടുണ്ടായിരുന്ന ഗോശൻ ദേശം തെറ്റിയൊഴിഞ്ഞു. എന്നതുപോലെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നതുപോലെ വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലേ, നീ വരുവാനിരിക്കുന്ന ആസന്നമായിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന്, നമ്മുടെയൊക്കെ കഴിഞ്ഞ നാളുകളിൽ നടപ്പ് നോക്കിയാൽ എന്ത് യോഗ്യതയുണ്ട് ഇവിടെ ഇരിക്കാൻ. എനിക്ക് നിങ്ങളെ കുറിച്ച് അറിയത്തില്ല, എനിക്ക് എന്നെ കുറിച്ച് അറിയത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. നിൽക്കുന്നത് കൃപയാല, ഒന്നും പറയാനില്ല. തിരിഞ്ഞു നോക്കിയാൽ ഞാൻ പോലും ലജ്ജിക്കുന്ന ഒരു ജീവിതം. കർത്താവിന് സ്തോത്രം. ഓർക്കാൻ സാധിക്കാത്തതുപോലുള്ള പാപ സ്വഭാവങ്ങളിൽ നിന്ന്, ആമേൻ സ്തോത്രം, സ്വർഗത്തിലെ തമ്പുരാൻ നിന്നെ വീണ്ടെടുത്തത്, ആമേൻ സ്തോത്രം, കൃപയാല. കർത്താവിന് സ്തോത്രം. അത് സൗജന്യമായിട്ടാ. അപ്പൊ പാസ് ഓവർ നിന്റെ നീതീകരണമാ കാണിക്കുന്നേ, നിന്റെ ജസ്റ്റിഫിക്കേഷൻ. എന്നാൽ പുളിപ്പില്ലാത്ത അപ്പം കാണിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിന്റെ വിശുദ്ധീകരണം. കർത്താവിന് സ്തോത്രം. മണവാട്ടി സഭ ഒരുങ്ങുകയാ. എന്തിനാണെന്ന് അറിയാമോ? കാന്തം വരാൻ പോവുക. ആമേൻ, കാന്തം വരാൻ പോവുകയാ. കർത്താവിന് സ്തോത്രം. നിനക്കൊരു ശുദ്ധീകരണം ആവശ്യമാ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുക, അതുകൊണ്ട് ആ പുളിപ്പ് നീക്കിക്കളയണം. കർത്താവിന് സ്തോത്രം. പൊരുളായിട്ട് വിളിച്ചു പറഞ്ഞു, പുളിപ്പുണ്ടാകരുത്. പുളിപ്പ് തെരഞ്ഞു പിടിച്ച് കത്തിച്ചു കളയണം. ഇന്ന് രാത്രി പുളിപ്പില്ലാത്ത പെരുന്നാളും കൂടി ആഘോഷിക്കാൻ തയ്യാറുണ്ടോ? നീ വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ, യേശുവിന് ജീവിതം കൊടുത്തതാണെങ്കിൽ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ കൂടി സ്വർഗത്തിലെ തമ്പുരാൻ നമ്മെ വിളിക്കുകയാ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാ 1 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവിടുന്ന് തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി സ്വർഗത്തിലെ തമ്പുരാനെ സ്തോത്രം ചെയ്ത് വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇതെന്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എന്റെ ശരീരം, വാങ്ങി ഭക്ഷിപ്പേൻ. ആമേൻ സ്തോത്രം. എന്നിട്ട് ആമേൻ സ്തോത്രം, കാസായും എടുത്ത് പൊക്കി വെച്ച് പറഞ്ഞു, അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവിടുന്ന് തൃക്കരങ്ങളിൽ പാനപാത്രം എടുത്ത്, ഇതാ നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിൻ പുതിയ നിയമം, ആമേൻ സ്തോത്രം, വാങ്ങി കുടിപ്പീൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ആമേൻ സ്തോത്രം, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ആമേൻ സ്തോത്രം. അതുകൊണ്ട് 23-ാം വാക്യം പറയുക, അതുകൊണ്ട് അയോഗ്യമായിട്ട് ആരും, കർത്താവിന്റെ സ്തോത്രം, ആരും ഈ ആമേൻ അപ്പത്തിൽ നിന്ന് ആമേൻ ഭക്ഷിക്കരുത്. ആമേൻ സ്തോത്രം, ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കരുത്.
കർത്താവിന് സ്തോത്രം. കാരണം എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അവനവൻ തന്നെത്താൻ ശോധന ചെയ്യാതെ, ആമേൻ സ്തോത്രം, തന്നെത്താൻ ജഡ്ജ് ചെയ്യാതെ ഇത് ചെയ്താൽ അവനവന് തന്നെ ശിക്ഷാവിധി വരുത്തുവാനായിട്ട് ഇടയാകും. പലരും മരിച്ചു പോകാനും രോഗിയായി തീരാനും കാരണം ഇത് തന്നെയാ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവ പൈതലേ, ആമേൻ, ദൈവം നിന്നെ വിളിച്ചിരിക്കുക സൗജന്യമായിട്ട്. എന്തിനാണെന്നറിയാമോ? നിന്നെ നീതീകരിക്കാൻ, നിന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ. ആമേൻ സ്തോത്രം. ഒന്നും ചെയ്തില്ല, നീ യേശുവിൽ വിശ്വസിച്ചു. നിന്റെ പഴയ ചീട്ട്, നിന്റെ പഴയ കുറ്റപത്രം സ്വർഗത്തിലെ തമ്പുരാൻ അങ്ങ് കീറിക്കളഞ്ഞു. എന്നിട്ട് അടുത്തത് പറയുക, എന്നാൽ അയോഗ്യമായിട്ട് ഈ പെസഹ കുഞ്ഞാടിൽ നിന്ന് കഴിക്കരുത് കേട്ടോ. കർത്താവിന് സ്തോത്രം. അയോഗ്യമായിട്ട്, ആമേൻ സ്തോത്രം, ഈ കുഞ്ഞാടിന്റെ ശരീരത്തിന്റെ, ആമേൻ 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 സ്തോത്രം, ഈ മാംസം കഴിക്കരുത്. കർത്താവിന് സ്തോത്രം. ഇത് അൺലെവൻഡ് ബ്രെഡായിരിക്കണം കഴിക്കേണ്ടത്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുക, ശോധന ചെയ്ത് കഴിക്കണം. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് ദൈവ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. തമ്പുരാൻ നമ്മെ വിളിച്ചിരിക്കുക. എന്തിനാണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുവാൻ, കുഞ്ഞാടിന്റെ രക്തം മുഖാന്തരമായിട്ട്, ആമേൻ സ്തോത്രം, നിന്റെ പേരുള്ള പാപ ശിക്ഷാവിധിയിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയമുള്ളവരെ, ഈ പാൻഡമിക്കിന്റെ മധ്യത്തിൽ എത്ര പേര് പറയും, ആമേൻ സ്തോത്രം, എന്നെ ഒരു ബാധയും അടുക്കത്തില്ല, എന്നെ നശിപ്പിച്ചു കളയുവാൻ ആർക്കും സാധ്യമല്ല. കാരണം എന്താണെന്ന് അറിയാമോ? യേശുവിന്റെ രക്തം എനിക്ക് മുദ്രയായിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഒരു ബാധയും എന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം, ക്രൂശിലെ രക്തം, ആമേൻ ഹല്ലേലൂയ, ലിൻഡലിന്റെ മേലും, ആമേൻ ക്രോസ് ബീമിന്റെ മേൽ, ആമേൻ സ്തോത്രം, ഡോർ പോസ്റ്റിന്റെ മേൽ, ലിൻഡലിന്റെ മേലുള്ള രക്തം. ആമേൻ സ്തോത്രം. നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ കുഞ്ഞാടേ, ആമേൻ സ്തോത്രം. കുഞ്ഞാടേ, തിരുനാമം എത്രയോ യോഗ്യമേ. യേശുവേ ദൈവ കുഞ്ഞാടേ, അങ്ങെന്നും യോഗ്യൻ. യേശുവേ ദൈവ കുഞ്ഞാടേ, തിരുനാമം എത്രയോ യോഗ്യമേ. യേശുവേ ദൈവ കുഞ്ഞാടേ, അങ്ങെന്നും യോഗ്യൻ. Lamb of God, worthy is your name, Jesus. 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 Lamb of God, worthy is your name. കർത്താവേ, നല്ല ദൈവമേ, വിശ്വസ്തനായ അപ്പച്ചാ, അങ്ങയുടെ പരിശുദ്ധ കരങ്ങളിലേക്ക് ഈ ജനത്തെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പ, ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് കടന്നു വന്നിരിക്കുന്ന നിന്റെ ഈ ജനത്തെ അവിടുന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണം. കർത്താവേ, ഒരു ആരാധന കൊണ്ടൊന്നും പറഞ്ഞു തീർക്കുവാൻ സാധിക്കുന്നതല്ല നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. നിന്റെ രക്തം മുഖാന്തരമായിട്ട് ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, നീ മരിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയാ. ഈ യേശുവേ, നീ മരിച്ചത് ആമേൻ സ്തോത്രം ഞങ്ങളെ നേടാൻ വേണ്ടിയാ. കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകാതിരിപ്പാൻ, ആമേൻ സ്തോത്രം, ഞങ്ങൾ ശിക്ഷാവിധിയിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ സ്വർഗത്തിലെ തമ്പുരാനെ, അവിടുത്തെ പൊന്നോമന കുമാരനെ ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നതിനായിട്ട് സ്തോത്രം. ഈ ജനത്തെ അനുഗ്രഹിക്കണം കർത്താവേ. ഇവരുടെ വിലാപത്തെ അവിടുന്ന് നൃത്തമാക്കി മാറ്റണം. ഇന്ന് രാത്രി ഞങ്ങൾ ഒരു
ഒരുമിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. അവരെ അനുഗ്രഹിച്ചാട്ട് യേശുവേ, അങ്ങയുടെ സ്നേഹം രുചിച്ചറിയുവാൻ സ്വർഗത്തിലെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഈ ജനത്തെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. അവരോട് അങ്ങയോടുള്ള സ്നേഹം ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു വരുവാൻ സ്വർഗമിടയാക്കണം. അവരുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും ഓരോ നിമിഷത്തിലും എൻ്റെ അപ്പച്ചൻ കൂടെ ഇരിക്കുന്നത് അവർ അറിയട്ടെ അപ്പ. യേശുവെ, അവരുടെ വേദനകളിൽ ചേർന്ന് നിന്ന് അവരെ ആശ്വസിപ്പിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ അവരുടെ കണ്ണുനീരും വിലാപവും അവിടുന്ന് നൃത്തമാക്കി മാറ്റിയാട്ട് കർത്താവേ. അവിടുന്ന് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ഒരിക്കൽ കൂടി അങ്ങയുടെ ക്രൂശിനായിട്ട് നന്ദി പറയുന്നു. അവിടുത്തെ തകർക്കപ്പെട്ട ആമേൻ അങ്ങയുടെ ശരീരമോർത്ത് നന്ദി പറയുക. അവിടുത്തെ ശരീരത്തിൽ നിന്ന് ധാരയായിട്ട് ഒഴുകിയ രക്തത്തിനായിട്ട്, യേശുവിന്റെ രക്തത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. സകല മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ അങ്ങേക്ക് ഒരുമിച്ച് കരയേറ്റുന്നു ക്രിസ്തുയേശുവിന്റെ അധികാരമുള്ള നല്ല നാമത്തിൽ. നല്ല പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന യേശു കർത്താവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും ഇന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കൂടെ ഇന്നു മുതൽ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മുഖാന്തരം ജയം നൽകുന്ന പിതാവാം ദൈവമേ, അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശു അപ്പച്ച, അവിടുന്ന് വേഗം വരുമാറാകണമേ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബി വിത്ത് യു. ഷാലോം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.